മരണത്തിന് കീഴടങ്ങിയിട്ടുള്ളതോ 3 ചെറിയ കുട്ടികളാണ്. ഈ 3 കുട്ടികളെ അവരുടെ അമ്മയും മുത്തശ്ശിയും കൊന്നതിൻ്റെ ശേഷം, അങ്ങനെ തന്നെ വേണമെങ്കിൽ പറയാം, ആ കുട്ടികൾക്ക് വിഷം കൊടുത്തു. അവരെ കൊല ചെയ്തതിൻ്റെ ശേഷം ഇവർ തമ്മിൽ തൂങ്ങി മരിക്കുകയായിരുന്നു എന്നതാണ് പുറത്തു വരുന്ന വാർത്ത. എത്ര വേദനാജനകമാണ് ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ ഓരോ വ്യക്തിയുടെയും ഹൃദയാന്തരങ്ങളിൽ ഉളവാകുന്നത് എന്ന് ചിന്തിച്ച് നോക്ക്. എന്താണ് ഇതിനുള്ള കാരണമെന്ന് ചോദിച്ചാൽ, ആ വീട്ടിൽ നിന്നൊരു കടലാസ് തുണ്ട് കിട്ടിയിട്ടുണ്ടത്രേ. അതിൽ എഴുതിയിട്ടുള്ളതാകട്ടെ, അവരുടെ ഭർത്താവ് പോയ ഭാഗത്തേക്ക് ഞങ്ങളും പോകുന്നു എന്നാണ്. അവരുടെ ഭർത്താവിന് എന്തോ ഒരു രോഗമുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ മനുഷ്യൻ തൂങ്ങി മരിച്ചു എന്നാണ് അറിയാനായിട്ട് കഴിയുന്നത്. പിന്നീട് കുടുംബക്കാരിൽ നിന്നുള്ള കുത്തുവാക്കുകൾ, അവൻ്റെ മരണത്തിന് കാരണം നീയാണെന്നുള്ള ആ ഒരു സ്ത്രീയോടുള്ള കുത്തുവാക്കുകളാണ് അവരെ മരണത്തിലേക്ക് നയിച്ചതെന്ന് വാർത്തകൾ പുറത്തു വരികയാണ്. എന്തൊക്കെയാണെങ്കിലും ശരി, ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള മരണമാണിത്. അവർക്ക് മരിക്കണമെങ്കിൽ ആ 2 സ്ത്രീകൾക്കും മരിക്കാമായിരുന്നു. പക്ഷേ ഒന്നും അറിയാത്ത, ജീവിതം എന്താണെന്ന് പോലും ഒരു പിടിയുമില്ലാത്ത 3 ചെറിയ പിഞ്ച് മക്കളെ എന്തിനാണ് അവർ കൊന്നത് എന്നതാണ് ഇവിടെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള വേദനയേറിയ ഒരു ചോദ്യം എന്ന് പറയുന്നത്. മരിക്കാൻ എല്ലാവർക്കും എളുപ്പമാണ്, പക്ഷേ മരിക്കാൻ പലർക്കും ഇഷ്ടമില്ല എന്നുള്ളതാണ്. ഇനിയും ജീവിച്ച് ഒരുപാട് കാലം ജീവിച്ച് ഉയരേണ്ട മക്കൾ, ആ മക്കളെ ഒരു റൂമിൽ 2 പെൺകുട്ടികളെ കിടത്തിയിട്ടുണ്ട്. കണ്ണിൽ കൂളിംഗ് ഗ്ലാസ് വെച്ച് കൊടുത്തിട്ടുണ്ട്, അത്ര ഫാൻസി കൂളിംഗ് ഗ്ലാസ്. ആ മക്കളെ നല്ല വസ്ത്രം ധരിപ്പിച്ചിട്ടുണ്ട്, കാലിൽ ഷൂ ധരിപ്പിച്ചിട്ടുണ്ട്, പുതപ്പ് കൊണ്ട് മൂടിയിട്ടുണ്ട്. ആ നിലയിലാണ് ആ 2 മക്കളെ കണ്ടെത്തുന്നത്. അടുത്ത റൂമിലാണ് വേറെ ഒരു ആൺകുട്ടി കിടക്കുന്നത്. അവനെയും വസ്ത്രം ധരിപ്പിച്ച് നിലത്തൊരു വിരിപ്പ് വിരിച്ച് അതിൽ കിടത്തിയിട്ടുണ്ട്. ഈ 3 മക്കൾക്കും വിഷം കൊടുത്തിട്ടാണ് ഇവരെ കൊന്നിട്ടുള്ളത്. എന്നിട്ടാണ് ഇവർ കയറി തൂങ്ങി ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങിയിട്ടുള്ളത് എന്നതാണ്. ഇവർക്ക് ഈ ഒരു വീട് കൊടുക്കുന്ന ആള്, ആ ഒരു വീട്ടിൽ അവരും അവരുടെ മകനും താമസിച്ചിട്ടുണ്ടത്രേ. അതിൻ്റെ ശേഷം ആ മകൻ്റെ ഇവിടുത്തെ പഠിത്തം കഴിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വിദേശത്തേക്ക് അവർ യാത്ര പോയി. ആ സമയത്ത് വീട് അനാഥമായി കിടക്കുന്നതിന് കണ്ടപ്പോൾ ഈ ഒരു വ്യക്തികളെ ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് പരിചയപ്പെടുന്നത്. മൂത്ത മകൻ അസുഖമുണ്ട്, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹോസ്പിറ്റലിലേക്ക് പോകണം. ആ ഒരു പോകലാകട്ടെ ഇവരെ വീട്ടിൽ നിന്ന് ദൂരമേറെയാണെന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ താമസിക്കുന്ന വീട് 2 മാസത്തിന് വാടകയ്ക്ക് തരുമോ എന്ന് ചോദിച്ചപ്പോൾ വാടകയ്ക്ക് കൊടുത്തു. അങ്ങനെ അഡ്വാൻസ് ആയിട്ട് പണവും നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ആ ഒരു വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു കൊടുക്കേണ്ട സാഹചര്യം വന്നപ്പോൾ ഇവരെ പുറത്തൊന്നും കാണുന്നില്ല, ഇവരുടെ യാതൊരു അഡ്രസ്സുമില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വീട്ടിലേക്ക് കടന്നു പോയിട്ട് അവിടെ അന്വേഷണം നടത്തിയപ്പോഴാണ് 2 സ്ത്രീകൾ തൂങ്ങി നിൽക്കുന്ന ദൃശ്യം കാണുന്നത്. 2 മക്കളെ ആകട്ടെ പുതപ്പിട്ട് മൂടിയിട്ട് കട്ടിലിൽ കിടത്തിയിട്ടുമുണ്ട്. ഒരു കുട്ടിയെ വേറെ ഒരു രൂപത്തിൽ ഷെർവാനി വസ്ത്രം ധരിച്ചുകൊണ്ട് അവരെ നിലത്തൊരു തുണി വിരിച്ചുകൊണ്ട് അതിൽ കിടത്തിയിട്ടുമുണ്ട്. ഇങ്ങനെ 5 മൃതദേഹങ്ങൾ ആ ഒരു വീടിൻ്റെ ഉള്ളിൽ കണ്ടെത്തുകയാണ്. ഈ മൃതദേഹങ്ങൾക്കാകട്ടെ 3 ദിവസത്തേക്കാൾ കൂടുതൽ പഴക്കമുണ്ട് എന്നാണ് അറിയാനായിട്ട് കഴിയുന്നത്. മരണത്തിന് ഒരു മനുഷ്യനും ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം മരിക്കുന്ന ആ ഒരു സമയത്ത് മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്ന് പ്രാണൻ വിട്ടുപിരിയുന്ന ആ ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ, ആ ഒരു സമയത്ത് ജീവിതത്തിലേക്കൊന്ന് തിരിച്ചു വന്നിരുന്നെങ്കിലെന്ന് ഏതൊരു മനുഷ്യനും ആഗ്രഹിച്ചു പോകും. കാരണം അത്രമേൽ ഭയാനകമാണ് ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർതിരിയുന്ന ആ ഒരു അവസ്ഥ. ചില ആളുകൾ നിങ്ങൾ നോക്കിക്കോ, ചില മയ്യത്തുകൾ, ചില മൃതദേഹങ്ങൾ എടുത്തു നോക്കിയാൽ ചില ആളുകൾ തൂങ്ങി മരിക്കുമ്പോൾ അവരുടെ തുട അത് വല്ലാതെ മാന്തി പൊളിച്ചിട്ടുണ്ടാകും. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ചോര വാർന്നൊഴുകുന്നുണ്ടാകും. കാരണം കഴുത്തിൽ ആ ഒരു കയറ് മുറുകുമ്പോൾ ആ ഒരു സമയത്തുണ്ടാകുന്ന വെപ്രാളത്തിൽ, വേദനയിൽ ഒരു ആശ്വാസം, ഒരു പിടിവള്ളി കിട്ടാൻ വേണ്ടിയിട്ട് അവർ പരതുന്നതാണത്. ചില സമയത്ത് വേദന സഹിക്കാൻ കഴിയാതെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും മാന്തി പൊളിക്കാറുണ്ട് പല ആളുകളും. അത്രമേൽ വികൃതമാകും മരണത്തിൻ്റെ ആ ഒരു സമയം. ആ ഒരു സമയത്തിലേക്ക് ആ ഒരു ചിന്ത,
ആത്മഹത്യ എന്ന് പറയുന്ന ആ ഒരു ചിന്തയെ ശപിച്ചു പോകുന്ന ഒരു നിമിഷമാണത്. കാരണം അത്രമേൽ ഭയാനകമാണ് മരണമെന്ന് പറയുന്നത്. ആ മരണത്തിനെ തിരഞ്ഞെടുക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത്, ഇവരുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധി വന്നോട്ടെ, ആത്മഹത്യ ചെയ്യണമായിരുന്നെങ്കിൽ അവർക്ക് ചെയ്യാമായിരുന്നല്ലോ. എന്തിനാണ് ആ ചെറിയ ഒന്നും അറിയാത്ത 3 ചെറിയ പിഞ്ച് കുട്ടികളെ ബലിയാടാക്കിയത് എന്നതാണ്. ഒരു നാട് തന്നെ വല്ലാത്ത അമ്പരപ്പിലാണ്. കാരണം ഇവരെന്തിന് ഇത് ചെയ്തു എന്നുള്ളത് കൃത്യമായിട്ട് ഇനിയും വ്യക്തമായിട്ടില്ല. ഒരു കടലാസ് തുണ്ട് മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. അതിലെഴുതിയത് മുഴുവനും സത്യമായി കൊള്ളണമെന്നും ഇല്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ആത്മഹത്യ എന്നത് ഒന്നിനും പരിഹാരമില്ല. ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ അതിനെ ആത്മഹത്യയിലൂടെ അതിനെ നേരിടാൻ നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഭവിഷ്യത്തുകൾ നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ റിലേറ്റീവ്സ് ഇവർക്ക് മാത്രമായിരിക്കും. നിങ്ങൾ വിചാരിക്കും മരിച്ചതിൻ്റെ ശേഷം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെയോ കിട്ടുമെന്ന്. പക്ഷെ അതൊന്നും യാഥാർത്ഥ്യമല്ല. ഓരോ മതത്തിലും കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട് എന്താണ് ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന നഷ്ടങ്ങളെന്ന്. ഇസ്ലാമിനെ നോക്കുകയാണെങ്കിൽ ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ ആ മനുഷ്യൻ എപ്രകാരമാണോ ആത്മഹത്യ ചെയ്തത് അപ്രകാരം അവനെ ഖിയാമത്ത് നാൾ, അതായത് ഈ ലോകം അവസാനിക്കുന്നത് വരെ അതേ ശിക്ഷയാണ് അവന് ഖബർ എന്ന് പറയുന്ന അവനെ അടക്കം ചെയ്യുന്ന ആ ഒരു കല്ലറയിൽ അവന് കിട്ടുന്ന ശിക്ഷ എന്ന് പറയുന്നത്. ഇതേ കണക്ക് തന്നെയാണ് ഓരോ മതങ്ങളും അവരുടെ മതഗ്രന്ഥങ്ങളിലൂടെ ആത്മഹത്യയെ കുറിച്ച് വിശദീകരിക്കുന്നത്. ഇതിൻ്റെ ഒക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഒരൊറ്റ കാര്യം മാത്രമാണ്. ആത്മഹത്യ എന്ന് പറയുന്നത് ഒന്നിനും ഒരു പരിഹാരമല്ല. ഈ കാണുന്ന ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ജീവൻ, ആ ജീവൻ നൽകിയിട്ടുള്ളത് ദൈവം എന്ന് പറയുന്ന ഒരു ശക്തിയാണെങ്കിൽ ആ ദൈവത്തിന് മാത്രമാണ് ഈ ശരീരത്തിൽ നിന്ന് ഇതിൻ്റെ ഉള്ളിലുള്ള ആത്മാവിനെ വേർതിരിച്ചെടുക്കാനുള്ള ആ ഒരു അവകാശം എന്ന് പറയുന്നത്. നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്ക്, അവിടെ കിടക്കുന്ന 3 ചെറിയ പിഞ്ച് പൈതങ്ങൾ, ആ പൈതങ്ങൾ എന്തറിഞ്ഞു? അവർക്ക് കൊടുത്ത ഭക്ഷണത്തിൽ വിഷമാണ് കലർത്തിയതെന്ന് ആ പൈതങ്ങൾ ഒരു സമയത്ത് പോലും അവരുടെ ചിന്തയിൽ കടന്നു വന്നിട്ടില്ല. കാരണം അവർക്ക് ചെറുപ്പം മുതൽ പ്രായമാകുന്നത് വരെ അവർക്ക് ആ ഒരു മാതാവ് കൊടുത്ത ഭക്ഷണത്തിൽ ഒരു തരത്തിലുമുള്ള ന്യൂനതകളും ഉണ്ടാകില്ല എന്ന് ആ കുട്ടികൾ മനസ്സുകൊണ്ട് കരുതിയിട്ടുള്ള ഒരു കാര്യമാണത്. ആ ഒരു വിശ്വാസം, അതിനെയാണ് ആ അമ്മ മുതലെടുത്തതും ആ വിശ്വാസത്തിലൂടെയാണ് ആ മക്കളുടെ ജീവൻ അവർ അപഹരിച്ചതും എന്നുള്ളത് പരമമായ യാഥാർത്ഥ്യമാണ്. നിങ്ങൾ നോക്ക്, ആ മക്കൾക്കൊരു മറുജന്മമുണ്ടെങ്കിൽ ആ മക്കൾ ആ അമ്മയോട് കണക്ക് ചോദിക്കാതിരിക്കുമോ? എന്തിനാണ് ഞങ്ങളെ കൊന്നത്? നിങ്ങൾക്ക് മരിക്കണമായിരുന്നെങ്കിൽ നിങ്ങൾക്ക് മരിക്കാമായിരുന്നല്ലോ എന്ന് ആ മക്കൾ ആ മാതാവിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ആ മാതാവിന് എന്ത് മറുപടിയാണ് കൊടുക്കാനുണ്ടാവുക? ഈ ഭൂമിയിൽ ജീവിക്കുക എന്ന ആ മക്കളുടെ അവകാശത്തിനെ ഹനിച്ചപ്പോൾ ആ മക്കൾക്കുണ്ടായ നഷ്ടമെന്ന് പറയുന്നത് അവരുടെ പ്രാണനാണ്. ആ പ്രാണനെ തിരിച്ചു കൊടുക്കാൻ ആ മാതാവിനെന്നല്ല ഒരു മനുഷ്യനും ഈ ലോകത്ത് കഴിയൂല. അതുകൊണ്ട് ഇനിയെങ്കിലും മനസ്സിലാക്കുക, മരണമെന്ന് പറയുന്നത് ഒന്നിനും ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരമല്ല. എല്ലാവരും മരണത്തിനെയാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ഈ ഒരു ലോകത്തിൻ്റെ തന്നെ നിലനിൽപ്പ് അത് അവതാളത്തിലാകുമെന്നുള്ളതൊരു പരമമായ യാഥാർത്ഥ്യമാണ്.